ഈ ജേഴ്സി എന്നും വരും, എന്നും വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെ പറയും നമ്മുടെ യൂണിറ്റിൽ ഇത്ര ആൾക്കാർ മരിച്ചു, ഇതുണ്ടായി അതുണ്ടായി. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു ഇന്ന് ദ്വിവേദി സാബും പിന്നെ 2 ജവാന്മാരും മരിച്ചിട്ടുണ്ട് മാഡം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ടി വി നോക്കുമ്പോൾ ടി വിയിൽ കാണുന്നത്. അപ്പോൾ എന്നും വിളിക്കുന്ന സമയത്ത് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഏയ് ഒന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങളെല്ലാവരും സുഖമായിരിക്കാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വളരെ വിഷമവും ദേഷ്യമൊക്കെ വന്നു. കാരണം നമ്മൾ ദ്വിവേദിനെ കാണുകയാണ്, ബോഡി കാണുകയാണ് നമ്മളെ. ദ്വിവേദി എവിടെയാണെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ദ്വിവേദി എൻ്റെ മുന്നേക്കുന്നത്. ദ്വിവേദി പറഞ്ഞു. എവിടെ ദ്വിവേദി? എവിടെ? ആരെവിടെ? ഞാൻ വിചാരിക്കുമായിരുന്നു ഇപ്പോൾ നമ്മളുടെ ഇവിടെ വി ആർ ഇൻ വാർ ആൻഡ് വി ഹാവ് സിസ്റ്റംസ്. ഇപ്പോൾ നമ്മൾ പിന്നെ കമാൻഡിങ് ഓഫീസറാണ്. അപ്പോൾ കമാൻഡിങ് ഓഫീസർക്ക് കുറച്ച് പെയിൻ യു ഹാവ് ടു അബ്സോർബ്. അപ്പോൾ പിന്നെ ഇവരെ അറിയിക്കേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു തന്നെ. പിന്നെ കമ്മ്യൂണിക്കേഷൻ തന്നെ ഒരു 5-6 മിനിറ്റ്. അപ്പോൾ പിന്നെ സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം പറയാം. അപ്പോൾ അവിടെ സന്തോഷമുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒളിച്ചു വയ്ക്കുമായിരുന്നു. അപ്പോൾ ദ്വിവേദി മരിച്ച അന്ന് ഇറ്റ് വാസ് എ വെരി ഷോക്കിംഗ് ഇൻസിഡൻറ്റ്.